ഫസ്റ്റ് ഹാഫ് കാണാൻ വേണ്ടി എല്ലാവരും തിയേറ്ററിൽ വരിക. 150 രൂപ എടുത്ത് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് പോകാം. സെക്കൻഡ് ഹാഫ് നിങ്ങൾ കാണണ്ട, ഇറങ്ങി പോയിക്കോ. ഇനി വരുന്ന ഡയറക്ടറൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും കോൺട്രവേഴ്സി ഒരു സാധനം എടുക്കുക, ഒരു കോടതിയിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കുക. ഈ നെപ്പോ കിഡ്സിനെ നമ്മൾ കൊണ്ടുവരുമ്പം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള അപ്പുറത്തുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്യും. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കേരളത്തിനെ അപമാനിക്കാൻ വേണ്ടി 1-2 പോയിന്റ്സ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ദയവായി നമ്മളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള സെക്കൻഡ് ഹാഫുകൾ ഒഴിവാക്കുക. നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് സുരേഷ് ഗോപി ഡേറ്റ് കൊടുത്തായിരുന്നു അഭിനയിക്കാൻ, സെക്കൻഡ് ഹാഫ് കൊടുത്തില്ല. പുള്ളി MP ഒക്കെ അല്ലേ, സോ അപ്പോൾ അവിടെ വന്ന് പോയോണ്ട് സെക്കൻഡ് ഹാഫ് സുരേഷ് ഗോപി ഇല്ല. ഫസ്റ്റ് ഹാഫ് ഡേറ്റ് കൊടുത്തായിരുന്നു, നല്ല അഭിനയമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കിടിലം പടം, സെക്കൻഡ് ഹാഫ് കഥ എവിടെയൊക്കെ പോയി, പടം തീർന്നു. ഫസ്റ്റ് ഹാഫ് കാണാൻ വേണ്ടി എല്ലാവരും തിയേറ്ററിൽ വരിക. 150 രൂപ എടുത്ത് ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് പോകാം. സെക്കൻഡ് ഹാഫ് നിങ്ങൾ കാണണ്ട, ഇറങ്ങി പോയിക്കോ. അങ്ങനെ പറയാൻ പറ്റൂ. കാരണം പുള്ളി ഇല്ല, 1-2 കഥ എവിടെയോ പോയി. ഇത് ഇത്രയും കോൺട്രവേഴ്സി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം പടത്തിന് ഹൈപ്പ് കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വരുന്ന ഡയറക്ടറൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും കോൺട്രവേഴ്സി ഒരു സാധനം എടുക്കുക, ഒരു കോടതിയിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുക്കുക, സെൻസർ ബോർഡ് ഇഷ്യൂ ആക്കുക, ഹൈപ്പ് പറ്റുക. ഇതാണ് പുതിയ സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഹാഫ് കാണുക. താങ്ക് യു. കുഴപ്പമില്ല, നല്ല പടം പോരാ, ഒരു ആവറേജ് മൂവിയേ ഉള്ളൂ. പടത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരു ആവറേജ് മൂവി. പടം നന്നായിട്ടുണ്ട്, എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്തിട്ട് ഗവൺമെൻറ് തന്ന നീതിയെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ കൊള്ളാം. സ്ത്രീക്ക് നല്ല ഇത് മെച്ചമായിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാം കൊള്ളാം, എല്ലാവരുടെ പെർഫോമൻസ് കൊള്ളാം. സുരേഷ് ഗോപിയൊക്കെ അടിപൊളി, കുറേ നാൾ ശേഷം സുരേഷ് ഗോപി നല്ല അടിപൊളിയായിട്ടുണ്ട്. കുഴപ്പമില്ല, കത്തിപ്പടം ആ ഇടത്തിൽ ഒരു ബോറ് കഥയായി. നല്ല പടം സെൻസിറ്റീവ് കണ്ടൻറ്റാണ്, പക്ഷേ വളരെ മോശം പ്രസൻറ്റേഷനാണ്. ഏറ്റവും മോശം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ്. സുരേഷ് ഗോപി മാത്രമാണ് സേവിങ് ഗ്രേസ്. ഈ നെപ്പോ കിഡ്സിനെ നമ്മൾ കൊണ്ടുവരുമ്പം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള അപ്പുറത്തുള്ള ആർട്ടിസ്റ്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഇപ്പം അത് സുരേഷ് അവരൊക്കെ ഫസ്റ്റ് 2 മൂവീസ് ആയിരിക്കും, പക്ഷേ ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടാണ്. അസ്കർ അലി ഇവരൊക്കെ ഒരുപാട് ക്യാരക്ടർ ആർക്ക് കൊണ്ടുവരാവുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു, നല്ലോണം പെർഫോം ചെയ്യും, വളരെ മോശമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലോണം ഫിലിമിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒരു ആവശ്യമില്ല. ജാനകിൻ്റെ പേര് എല്ലാവർക്കും ഉള്ളതല്ലേ, ഒരു ആവശ്യമില്ലെന്ന് തോന്നിയിട്ടില്ല. ആ സിനിമയിലും അങ്ങനെ തന്നെ ഒരു പടം ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. നമ്മളെല്ലാം ആഗ്രഹിച്ച പോലെ സുരേഷ് ഗോപി ചേട്ടൻ്റെ വമ്പൻ തിരിച്ചുവരവ്, ആ ഒരു എക്സ്പെക്റ്റേഷനിലൂടെയാണ് സെക്കൻഡ് ഹാഫ് കാണാൻ തുടങ്ങിയത്. സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷിച്ചതിലുപരി പടം തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും കൂട്ടിക്കലർത്തിക്കൊണ്ട് കേരളീയർക്ക് എന്താ പറയുക ഒരു വിഷം വിതയ്ക്കാനാണോ താല്പര്യമെന്ന് നമുക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ട് തോന്നിപ്പോകുന്നു. എന്താ പറയുക, ജാനകി വേഴ്സസ് കേരള എന്നുള്ള രീതിയാണ് അവർ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ജാനകി വേഴ്സസ് ജസ്റ്റിസ് ഓഫ് ഹ്യൂമാനിറ്റി എന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കേരളത്തിനെ അപമാനിക്കാൻ വേണ്ടി 1-2 പോയിന്റ്സ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരൊറ്റ ചോദ്യം മാത്രം ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ചേട്ടനോട് ചോദിക്കാൻ വേറൊന്നുമല്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത ആ രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. ഈ കേരളത്തിൽ ശൗചാലയം വളരെ കുറവാണ്. നമ്മൾ സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് ബുദ്ധിമുട്ടി കൊണ്ട് തിരിച്ച് വീട്ടിൽ തന്നെ വരണം. കേരള ഇത് ചേട്ടാ, എൻ്റെ പൊന്നു ചേട്ടാ, ഇതിൻ്റെ തിരക്കഥാകൃത്തും അണിയറ പ്രവർത്തകരും എല്ലാവരോടും പറയുന്നത് ഇത് കേരളമാണെന്നുള്ള കാര്യം താങ്കൾ മറന്നുപോയെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടിലിൽ പോലും ശൗചാലയം ഇല്ല എന്നുള്ളത് താങ്കൾ പുനഃപരിശോധിച്ചതിന് മാത്രം ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുക. ദയവായി നമ്മളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സെക്കൻഡ് ഹാഫുകൾ ഒഴിവാക്കുക. സത്യത്തെ നമ്മൾ സത്യമായി തന്നെ പറയുന്നു. നല്ല അഭിനയമായിരുന്നു അദ്ദേഹത്തിന് അഭിനയമാണ് അദ്ദേഹത്തിന് പറ്റിയ പണി. അദ്ദേഹത്തിന് വേറെ പണിയും കൂടി ഇതിനൊപ്പം ആഡ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. വിവാഹത്തിൻ്റെ ആവശ്യമൊന്നും ഒറ്റ കാര്യം പറയട്ടെ, എന്തിനു വേണ്ടിയാണ് വിവാഹം ശ്രീ? നമ്മൾ ഏതെല്ലാം സിനിമകൾ കാണുന്നു, ഏതെല്ലാം സിനിമകൾ റിയാലിറ്റി ആയിട്ട് വരുന്നുണ്ട്. ചിലർ പറയുന്നത് തികച്ചും സാങ്കല്പികം മാത്രമാണ് എന്ന് നമുക്ക് ചിത്രത്തിന് മുന്നേ തന്നെ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വിവാദം കൊണ്ടുവന്ന് എന്തിനു തന്നെ അറിയാമോ? ഹൈപ്പ് അങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ. ഒരു ഹൈപ്പും ഇല്ലാതെ സുരേഷ് ഗോപി എന്ന നല്ലൊരു അതുല്യ ഒരു പ്രതിഭ തന്നെയാണ്. അദ്ദേഹത്തിന് പറ്റിയ ഒരു ആപ്റ്റ റോള് തന്നെയായിരുന്നു. പക്ഷേ ഇത് ഇത്തരത്തിൽ വളച്ചൊടുക്കുന്ന ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു, നല്ലതെന്ന് തന്നെ പറയുന്നു. ഈ ഹൈപ്പ് കൊണ്ടുവന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. ഹൈപ്പ് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും 10 ആൾ വന്ന് കയറട്ടെ എന്നുള്ള ഒരു ഒറ്റ ദുരുദ്ദേശമായിരുന്നു ഹൈപ്പിൻ്റെ പിന്നിലുണ്ടായിരുന്നുള്ളത്. നമുക്കിപ്പം പടം കണ്ടവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഒരിക്കലുമല്ല, കൊടുക്കുന്ന പൈസ മുതലാവണമെങ്കിൽ അത് ഫസ്റ്റ് ഹാഫ് പൊളിയായിരുന്നാലും സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എങ്കിലും 10 മിനിറ്റ് നന്നായിരുന്നെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ മുതലെന്ന് പറയാൻ പറ്റും.